അയാൾ അങ്ങനെ ദുർഗയും കിരണും കൂടിയിട്ട് കാറ്റുവാശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. അവർ ദേവനോട് യശോദനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവരുടെ കാര്യങ്ങളും ഭയങ്കര കഷ്ടത്തിലാണ്. അവർ വിവാഹം കഴിച്ചിരിക്കുകയാണ്. അതും വീട്ടുകാരുടെ ഒരു സമ്മതം ഇല്ലാതെയാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വീട്ടുകാർക്ക് ആർക്കും സമ്മതമില്ല. അവർക്കാണെങ്കിൽ ഈ ജാതി മതവും പണവും ഒക്കെ നോക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ വിവാഹം ഒട്ടും അവർ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയണം. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, എന്താണ് ആ ആളുകൾ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതിന് ആളുകൾ എന്താ ഇങ്ങനെ സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ ആരെയും സമ്മതിക്കാതെ, എല്ലാവരും ഇതുപോലെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ദേവനിങ്ങനെ ഇവരോട് പറയാണ്. ആ സമയത്ത് ദുർഗയും കിരണും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെ ആ ഒരു സൈഡിൽ നിന്ന്, അവരുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒരുപാട് ആക്രമണങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടെന്നും കിരൺ ഇതുവരെ ഹോസ്പിറ്റലിലായിരുന്നു എന്നും അവരുടെ ആക്രമണം കാരണം ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ ചിലവാക്കേണ്ടി വന്നു എന്ന കാര്യങ്ങളും അവർക്ക് പറ്റിയ അപകടങ്ങളും എല്ലാം ഇവരോടങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കര ടെൻഷൻ ആകുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് ദുർഗ ദേവനോടും യശോദനോടും കാര്യം എന്തായാലും പറയുകയാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും എവിടെയും നിൽക്കാനോ താമസിക്കാനോ ഒന്നും ഒരു സ്ഥലമില്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലൊന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് നിന്നോട്ടെ എന്നൊക്കെ ദേവനോട് അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവനും യശോദയും പറയുന്നുണ്ട്, അത് നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും അറിയില്ല. നിങ്ങൾക്ക് വേണ്ട ആ ഒരു സുഖ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാനും ചാൻസ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് നേരത്തിന് വെച്ച് വിളമ്പാനും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. കാരണം ഇവിടുത്തെ അവസ്ഥ അതാണല്ലോ. ആ ഒരു അവസ്ഥ വെച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ സൗകര്യങ്ങൾ എന്നൊന്നും ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ദുർഗ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ദേവന് പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ വരുന്നുണ്ടല്ലോ, വരുണിനോട് കൂടി ഒന്ന് ചോദിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വരുണിനെ അങ്ങ് വിളിക്കാൻ നേരത്തെ വരുണും അങ്ങോട്ട് അങ്ങ് കയറി വരുന്നുണ്ട്. ആ വരുൺ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു, അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ദുർഗ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് അവളുടെ ഈ ഒരു അവസ്ഥയിൽ ദുർഗ അവളുടെ അടുത്ത് ഉണ്ടാകുന്നത് തന്നെ ഒരു ആശ്വാസം തന്നെയാണ്. അവൾക്കറിയാം അത് ആശ്വാസമായിരിക്കും. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് അത്രയും ഒരു സമാധാനം കിട്ടുന്ന ആ കാര്യം എന്തായാലും ഞാൻ തടയാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോളൂ എന്നൊക്കെ അവരോട് അങ്ങ് പെർമിഷൻ കൊടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ചന്ദ്രശേഖരനും ഗൗതമും അങ്ങനെ ഓഫീസിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം ഈ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, അച്ഛാ എന്നെ ഒരാൾ വിളിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആരാണത് എന്നൊക്കെ ഇങ്ങനെ ഇവന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അയാൾ പറഞ്ഞത് അയാളുടെ പേര് അഖിലി എന്നാണ്. അപ്പോൾ അയാൾ എന്താ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഞാനാണെങ്കിൽ ഒരു പെർമിഷൻ കൊടുത്തും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ അച്ഛന് അഥവാ ഈ ചന്ദ്രശേഖരന് ഇവനോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ പെർമിഷൻ കൊടുക്കുന്നത്? അത് ആരായിരിക്കുന്നത് നിനക്ക് വല്ല ആയിട്ടുണ്ട്, വല്ല മീഡിയക്കാരെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവരോടൊന്നും നീ അല്ലാതെ അടുക്കാനൊന്നും പോകണ്ട, അവരോട് ഈ ചർച്ചയ്ക്കൊന്നും വരാൻ പറയരുതായിരുന്നു എന്നൊക്കെ ഇവനങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, സോറി അച്ഛാ, അവർ എന്നോട് എന്തോ ബിസിനസ് ആവശ്യങ്ങൾക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും പെർമിഷൻ കൊടുത്തത്. എന്തായാലും അവരിങ്ങോട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഡോറിന് ഒരാൾ ഇങ്ങനെ നോക്ക് ചെയ്യാണ്. അപ്പോൾ അവർ അങ്ങ് അകത്തേക്ക് കയറി വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കയറി വരുന്നത് ഈ അകലിൻ്റെ കൂടെ അക്ഷരയും കൂടിയിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കയറി വന്നിട്ട് ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ സീറ്റിലങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, അത് സാർ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ ഗൗതമിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്. ചന്ദ്രശേഖരന് ഇവരോട് സംസാരിക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഇവരൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലാണ് ചന്ദ്രശേഖരൻ അങ്ങ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾ മീഡിയക്കാരാണ് എന്നൊക്കെ പറയുമ്പോൾ ഗൗതമിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ചോദിച്ചല്ലേ മീഡിയക്കാരാണോ അല്ലേ എന്ന്, അപ്പോൾ നിങ്ങൾ അല്ല എന്നല്ല പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ഷൗട്ട് ചെയ്യാണ്. അപ്പോൾ ഈ അഖിൽ പറയുന്നുണ്ട്, അത് പിന്നെ എന്നോട് ക്ഷമിക്കണം, ഞങ്ങളിപ്പോൾ ഈ മീഡിയയിലൊന്നും വർക്ക് ചെയ്യുന്നൊന്നുമില്ല, ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോ സെലിബ്രിറ്റീസിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് എടുക്കാനൊക്കെ വേണ്ടി നിൽക്കുകയാണ്, അല്ലാതെ ഞങ്ങളിപ്പോൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ഇവരോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ചന്ദ്രശേഖരന് ഇങ്ങനെ ഒരു ചെറിയൊരു പേടിയും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇവരോട് സംസാരിക്കാനുള്ള യാതൊരു ഇൻട്രസ്റ്റ് അവർ കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും പറയാനൊന്നുമില്ല, നിങ്ങളൊന്ന് പെട്ടെന്ന് ഇവിടുന്ന് പോയേ എന്നൊക്കെ ഇങ്ങനെ ഇവരങ്ങനെ പറഞ്ഞ് അവരെ അങ്ങ് ഒഴിച്ച് വിടാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അഖിലും അക്ഷരം അവിടെ തന്നെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. അത് പിന്നെ ഞങ്ങളിപ്പോൾ വലിയ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഡോക്യുമെൻ്റ് എടുക്കുകയാണ്, അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ശ്യാമനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് എടുക്കുകയാണ്. ശ്യാമ മേഡത്തിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്യാമ മേഡത്തിൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അലിഞ്ഞതായിരുന്നു. അതും അവരറിയാതെ അവരുടെ പിറകെയൊക്കെ ഞങ്ങളിങ്ങനെ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ കുടുംബം കണിമംഗലമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണല്ലേ ഈ ശ്യാമ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഏയ് ശ്യാമ കണിമംഗലമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റോ ഞങ്ങൾക്ക് അവരെ യാതൊരു പരിചയമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ അകലും അക്ഷരം കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ കണിമംഗലം ജപ്തിയിലാണ് എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നു, അത് പിന്നെ ഞങ്ങൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ പിറകെ പോകുന്നതുകൊണ്ട് തന്നെ ആ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഈ കണിമംഗലം അത്രയും ഈ ജപ്തി
ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ്റെ അനന്തരാവകാശിയായിട്ട് ചന്ദ്രശേഖരൻ സാർ എത്തുന്നതും അവിടുന്ന് ആ ഒരു ജപ്തിയിൽ നിന്ന് അത്രയും രക്ഷപ്പെടുത്തുന്നതും എല്ലാം ഞങ്ങൾ അറിഞ്ഞു. അതൊക്കെ എന്താ സിനിമയിലൊക്കെ ആണെങ്കിൽ ഒരു ഗൂസ് പമ്പ് വരുന്ന പോലെയാണ്. എന്തായാലും നിങ്ങൾ പൊളിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരെങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കണം. പക്ഷേ ചന്ദ്രശേഖരന് അതൊന്നും കേൾക്കാനുള്ള യാതൊരു മൂടില്ല. ഇവരുടെ പിറകിൽ എന്തോ ഉണ്ട് എന്നുള്ളൊരു ചെറിയ പേടി കൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നുമില്ല, എന്തായാലും ശ്യാമിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ അറിവുകളോ ഒന്നുമില്ല, അവരിപ്പോൾ മരിച്ചു പോയില്ലേ, ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല, നിങ്ങളൊന്ന് ഇവിടുന്ന് പോയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങ് പറഞ്ഞയക്കാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നൊന്നുമില്ല, ഞങ്ങളൊരു പേഴ്സണൽ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടി അറിയാനുണ്ട്, ഞങ്ങൾ എന്തായാലും ബുദ്ധിമുട്ടിക്കാനും ഒന്നിനും വരുന്നില്ല, മാത്രമല്ല നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ വേറെ എവിടെന്നെങ്കിലൊക്കെ മീറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രശേഖരൻ വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോയേ എന്ന് വീണ്ടും അങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നുമില്ല, ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ആകെ ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ, ആ ചോദ്യത്തിന് ഉത്തരം തന്നാൽ ഞങ്ങളും പോയിക്കോളാം എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ എന്താണ് ആ ചോദ്യം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അഖിൽ ആ ചോദ്യം അങ്ങ് ചോദിക്കുകയാണ്, ആരാണ് സേറ മേഡം എന്നുള്ള ആ ചോദ്യം അങ്ങ് ഈ ചന്ദ്രശേഖരനോട് ചോദിക്കുന്ന സമയത്ത് ചന്ദ്രശേഖരൻ അങ്ങ് പേടിക്കുന്നു, ഞെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗൗതം തന്നെ അവനും അങ്ങ് പേടിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് അങ്ങ് ദേഷ്യം വരാണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പിറകിൽ ആരാണ്, എന്തായാലും നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് ഒന്ന് പോയേ, ഞങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളോട് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പോൾ ഇറങ്ങി പോയി കഴിഞ്ഞതിന് ശേഷം ഡോറ് കടന്ന് കഴിഞ്ഞതിന് ശേഷം അഖിലും അക്ഷരയും കൂടിയിട്ട് അവരുടെ ഫോണിൻ്റെ ക്യാമറ അങ്ങ് ഓൺ ചെയ്തിട്ട് ഇവർ എന്തൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത് അങ്ങ് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇവർ പോയി എന്ന് വിചാരിച്ച് ഈ ചന്ദ്രശേഖരനും ഗൗതമും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ആരുമായിട്ട് ഇങ്ങനെ ചർച്ചയ്ക്കൊന്നും നിൽക്കരുത് എന്നുള്ളത്, അവരുടെ പിറകിലൊക്കെ പിന്നെ വലിയ ആളുകളൊക്കെ ഉണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും അവരുടെ ചോദ്യം കേട്ട സ്ഥിതിക്ക് അവർക്ക് എന്തായാലും അവരുടെ പിറകിൽ നല്ല ലക്ഷ്യം തന്നെയാണ്, അവരുടെ പിറകിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, സോറി അച്ഛാ, ഞാൻ അവർ മീഡിയക്കാരാണെന്നൊന്നും വിചാരിച്ചില്ല, ഞാൻ വല്ല ബിസിനസ് ആവശ്യത്തിനായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ആ പെർമിഷൻ ഒന്ന് കൊടുത്തത്, എന്തായാലും സോറി അച്ഛാ, ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ശ്യാമയുടെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കണം, കാരണം ഇപ്പം ഈ ഒരു കേസ് നന്നായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ എത്രയും സേഫിലായിരിക്കണം, അതുകൊണ്ട് തന്നെ നീ നന്നായിട്ട് സൂക്ഷിക്കണം, ആരോടും കൂടുതൽ അങ്ങ് സംസാരിക്കാനും ഒന്നിനും പോകുമൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഗൗതമിനോട് പറയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, എന്തായാലും അച്ഛനൊരു കാര്യം ചെയ്യുക, ആ ബെഞ്ചമിനെ കൂടി വിളിച്ചിട്ട് ഒന്നൊരു കരുതി ഇരിക്കാൻ പറ എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഇതെല്ലാം അവർ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അത് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗൗതം പറയുന്നുണ്ട്, അഥവാ ഇനി ബെഞ്ചമിനെ പിടിച്ച് നമ്മൾ എല്ലാവരും കൂടി പിടിയിലാകപ്പെടും, അതുകൊണ്ട് തന്നെ ഈ ബെഞ്ചമിനെ പിടിക്കാതെ തന്നെ നമ്മൾ നോക്കണം എന്നൊക്കെ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ എന്തായാലും ഇവരുടെ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടതൊക്കെ ഇവർക്ക് കിട്ടി, അവർ മെല്ലെ ആ ഫോൺ ഓഫാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പായി പോവാണ്. അപ്പോൾ പിന്നെ ദുർഗയും കിരണും കൂടിയിട്ട് അവിടെ വീട്ടിലങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദുർഗയുടെ ഫോണിലേക്ക് ഈ അഖിൽ വിളിക്കുന്നത്. അപ്പോൾ അഖിൽ വിളിച്ച സമയത്ത് ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അഖിലിൻ്റെ കൂടെ അക്ഷരയുണ്ട്, പിന്നെ വേറെ 2 പേരും കൂടി ഉണ്ട്. അപ്പോൾ ഇവർ എല്ലാം ഈ ദുർഗയുടെ ഗ്യാങ്ങാണ്. അപ്പോൾ ഈ ദുർഗനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നടന്ന് കഴിഞ്ഞ സംഭവങ്ങൾ ആ വീഡിയോ ഒക്കെ ഈ ദുർഗക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് നേരെ അഖിലിനെ വിളിക്കുന്നത്. അപ്പോൾ അഖിലിനോട് നീ ചെയ്തത് നല്ല ഒരു കാര്യം തന്നെയാണ്, വെൽഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊന്ന് അഭിനന്ദിക്കണമെന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ആ ഗൗതമിനാണ്. ആ ഗൗതമിനെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ താവളത്തേക്ക് എത്തിക്കണം, കാരണം ഇതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു ക്ലൂ ആണ് അവരിപ്പോൾ നമുക്ക് വലിയൊരു ക്ലൂ തന്നെയാണ് ഇട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരെ പിടിച്ചാൽ അവൻ്റെ അച്ഛൻ്റെ രഹസ്യങ്ങൾ മൊത്തം നമുക്ക് ചോർത്തിയെടുക്കാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവനെ നമ്മുടെ താവളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ അങ്ങനെ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ അത് ചെയ്തിരിക്കും, എത്രയും പെട്ടെന്ന് ഞങ്ങൾ അത് ചെയ്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ദുർഗ മറ്റു 2 പേരോടൊക്കെ പറയുന്നുണ്ട്, കുട്ടേട്ടാ നിങ്ങളും കൂടിയിട്ട് വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവരോട് ആ ഒരു കാര്യം ചെയ്യാനങ്ങ് പറയണം. എങ്ങനെയെങ്കിലും ഗൗതമിനെ അവരുടെ അടുത്ത് നിന്ന് അങ്ങ് തട്ടിയെടുത്തിട്ട് നേരെ അവരുടെ ഗോഡൗണിലേക്ക് അങ്ങ് കൊണ്ടുപോകാൻ, അവരുടെ താളവെള്ളത്തിൽ എത്തിയാൽ അവനോട് ക്വസ്റ്റ്യൻ ചോദിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പ് കിട്ടും എന്നുള്ളൊരു രീതിയിലാണ് ദുർഗ അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരതിനൊക്കെ സമ്മതം കൊടുക്കും. അങ്ങനെ ദുർഗ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവന് കിരണിനോട് അങ്ങ് സംസാരിക്കുന്നുണ്ട്. കിരൺ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് വലിയൊരു തെളിവാണ്, കാരണം ഇതിൻ്റെ പിറകിൽ എന്തോ ഒരു കയ്യൊപ്പ് ഇവരുടേത് ഉണ്ട് എന്ന് ഉറപ്പാണ്. ഏത് ക്രൈം ചെയ്യുകയാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു കയ്യൊപ്പാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പിറകിൽ ഇവർ ഇത്രയും പേടിക്കണമെങ്കിൽ, ഇവർ ഇത്രയും കെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഇവർ തന്നെയായിരിക്കും. ഒന്നുകിൽ ശ്യാമക്ക് 2 ശത്രുക്കളാണുള്ളത്,
ഒന്ന് ശ്യാമയുടെ ബന്ധു തന്നെ ആയിട്ടുള്ള ഈ ഐശ്വര്യ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ചന്ദ്രശേഖരൻ. ഇവർ രണ്ടുപേരാണ് ഈ ശ്യാമയുടെ മെയിൻ ആയിട്ടുള്ള ശത്രു. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ഇപ്പോൾ ഈ ഐശ്വര്യനെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ ചന്ദ്രശേഖരനെ ഫോക്കസ് ചെയ്യണം. അവരുടെ പിറകിലായിരിക്കും ഇനി നമ്മുടെ ശ്യാമയുടെ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. എന്തായാലും അവർ എത്രയും പെട്ടെന്ന് ഗൗതമിനെ അങ്ങ് തട്ടി കൊണ്ടുപോകുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഈ വരുണും രാധികേൻ്റെ ഒക്കെ ശബ്ദം ഇങ്ങനെ അവർ കേൾക്കുന്നത്. അപ്പോൾ ഈ വരുൺ നേരെ പോയിട്ട് രാധികനെ റൂമിൽ നിന്ന് അങ്ങ് വിളിച്ചുണർത്തുന്നുണ്ട്. അവളാണെങ്കിൽ എന്ത് ചെയ്തിട്ട് ഉണരുന്നൊന്നുമില്ല, അവളങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട്, നീ എണീറ്റ് വാ, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൾ പിടിച്ച് വലിച്ച് അവിടെ ആ ടേബിളിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, വരുണേ എനിക്ക് വേണ്ട വരുണേ, എൻ്റെ അവസ്ഥ നിനക്കറിയാലോ, എനിക്കിങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള യാതൊരു മൂടുമില്ല, എനിക്കതൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഇവൻ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ നിർബന്ധിപ്പിച്ച് കഴിക്കുകയാണ്. നീ അങ്ങനെ കഴിക്കാതിരിക്കാൻ പറ്റില്ല, എന്തായാലും നിൻ്റെ നഷ്ടം എന്ന് പറയുന്ന ഒരു വലിയ നഷ്ടം തന്നെയാണ്, പക്ഷേ ആ നഷ്ടമൊന്നും എനിക്ക് നികത്താൻ കഴിയില്ലല്ലോ, എനിക്കതൊക്കെ നികത്തി നിൻ്റെ മുന്നിൽ ശ്യാമ മേഡത്തിനെ കൊണ്ടുവെക്കാനൊന്നും കഴിയില്ല എന്നൊക്കെയാണ് ഈ വരുണ് പറയുന്നത്. പക്ഷേ വരുണ് പറയുന്നുണ്ട്, നീ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാനും ഭക്ഷണം കഴിക്കാതിരിക്കും എന്നൊക്കെ അങ്ങനെ ഈ വരുൺ അങ്ങ് പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, എന്തിനാ വരുണ് നീ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അങ്ങ് നിർബന്ധിപ്പിക്കുകയാണ് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവളങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുന്നു, അവളെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ കിരണും ഈ ദുർഗയും കൂടിയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈ ദുർഗ കിരണിനോട് പറയുന്നുണ്ട്, എന്തായാലും വരുണ് ഈ രാധികനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേ, അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ അവളെ അങ്ങനെ കെയർ ചെയ്യാനൊക്കെ കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറയണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട്, ശരിയാണ്, അവൾ അത്രയും മാത്രം അവനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലേ നീ ഈ രാധികനെ പോലെ ആയിരിക്കും എന്നോടും എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് ദുർഗനോട് ചോദിക്കണ്. അപ്പോൾ ദുർഗക്ക് ഇങ്ങനെ ഒരു ചിരിയൊക്കെ ഇങ്ങനെ മുഖത്ത് വന്നിട്ട് ഇങ്ങനെ അവന് നേരെ തിരിച്ച് ആ ചോദ്യം തന്നെ ഈ കിരണിനോട് ചോദിക്കുന്നുണ്ട്, അല്ല കിരൺ നീ ഈ വരുണിനെ പോലെ ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഇവനും അങ്ങോട്ടും ചോദിക്കണ്. അപ്പോൾ ഈ ഒരു സംസാരത്തിൻ്റെ ഇടയിലാണ് ഈ യശോദ അങ്ങ് കയറി വരുന്നത്. അപ്പോൾ യശോദ കാണുന്ന സമയത്ത് ഈ ദുർഗ പറയുന്നുണ്ട്, എന്തായാലും യശോദാമ്മ ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്, ചെറിയൊരു ആവശ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ യശോദ അവരോട് ഒരു മുൻകരുതൽ എടുക്കുകയാണ്. ഒരുപാട് ശത്രുക്കളും പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയമല്ലേ, അതുകൊണ്ട് നന്നായിട്ട് കെയർ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ പറയണം, സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ദുർഗക്ക് ഭയങ്കര അങ്ങ് സങ്കടം വരുന്നുണ്ട്. ദുർഗ പറയുന്നുണ്ട്, ഞാനൊരു അമ്മയില്ലാത്ത കുട്ടിയല്ലേ, അതുകൊണ്ട് എന്നെ ഇങ്ങനെ മുൻകരുതലൊക്കെ പറഞ്ഞു തരാനൊന്നും എനിക്ക് ആരും ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളങ്ങ് ഇമോഷണൽ ആവണ്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കുട്ടിക്കാലത്തെ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ, നീ എന്നെ സ്വന്തം അമ്മയായിട്ട് തന്നെ കണ്ടാൽ മതി, ഇനി അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ ആ ഒരു സ്നേഹത്തിൽ അവരെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ എപ്പിസോഡ് കഴിഞ്ഞ് അപ്പം നാളത്തെ ഭാഗത്തിലാണെങ്കിൽ നമ്മുടെ ഗൗതമിനെ ഈ ദുർഗയുടെ ഗ്യാങ് അങ്ങ് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവളെ തട്ടിക്കൊണ്ട് പോയി അങ്ങനെ ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പം ഗൗതമിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടാകും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ രാധികയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് അങ്ങ് ഞെട്ടി ഉണർന്നിട്ട് ഇങ്ങനെ അമ്മയുടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളൊരു വെപ്രാളം കൂട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വരുണിന് കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഈ ദുർഗയും ഈ രാധികയും കൂടിയിട്ട് ഈ ശ്യാമ മേഡത്തിൻ്റെ ഈ മിസ്സിങ്ങിനെ കുറിച്ച് അന്വേഷിക്കാൻ അങ്ങ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ദുർഗ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്യാമ മേഡത്തിനെ കൊണ്ടുപോയത് ഒരു വൈഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ അന്വേഷണത്തിന് പിറകിൽ അങ്ങനെ പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി അഥവാ എങ്ങാനും ശ്യാമയല്ലായിരുന്നു അത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ആ ഡെഡ് ബോഡി ശ്യാമയുടേതല്ല എന്നുള്ളൊരു വാർത്ത വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.